ഹായ് ഓൾ, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാഷണൽ വാട്ടർവേസ് ഇൻ ഇന്ത്യ ആണ്. ഇന്ത്യയിലെ ദേശീയ ജലഗതാഗതത്തെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ എത്ര നാഷണൽ വാട്ടർവേസ് ഉണ്ട്, അത് ഏതൊക്കെയാണ്, ഏതൊക്കെ നദികളിലൂടെയാണ് അത് വരുന്നത്, ഏതൊക്കെ പ്രദേശങ്ങൾ തമ്മിലാണ് കണക്ട് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ നാഷണൽ വാട്ടർവേസിന്റെ ചോദ്യം ഇന്ത്യൻ ട്രാൻസ്പോർട്ടേഷനിൽ വരുന്നതാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ തവണയും കമ്പനി ബോർഡിനൊക്കെ എക്സാമിനൊക്കെ ചോദിച്ചിരുന്നു. ദെൻ ഇതിന്റെ PDF എന്ന് ഞാൻ പറയുന്ന പോലെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നതാണ്. bibimohan.com എന്ന ബ്ലോഗിലാണ് നോട്ട്സ് ഉണ്ടായിരിക്കുക. ഇനി എഞ്ചിനീയറിംഗ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് തയ്യാറെടുക്കുന്നവർക്ക് EEMADC എന്ന എൻ്റെ മറ്റൊരു യൂട്യൂബ് ചാനലാണ്, അത് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. അതുപോലെ notebookofeprofessor.blogspot.com എന്ന ഈ ബ്ലോഗിൽ നിങ്ങൾക്ക് നോട്ട്സും ലഭിക്കും. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, എൻ അക്കാദമിയിൽ ഞാൻ ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. എൻ അക്കാദമിയിൽ ബിബി മോഹനൻ എന്ന പേരിലാണ് ഞാൻ ക്ലാസ്സുകൾ ചെയ്യുന്നത്. എൻ്റെ പ്ലസ് സബ്സ്ക്രിപ്ഷൻ റെഫറൽ കോഡാണ് BBMohanan1. അപ്പോൾ നമുക്ക് എൻ അക്കാദമിയിൽ നിങ്ങൾക്ക് പ്ലസ് സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, അതായത് ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനുള്ളത്. ഞാൻ ഓൾറെഡി അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാം. അപ്പോൾ അതിന് ജോയിൻ ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു ഫീസ് ഉണ്ട്. ആ ഫീസിൽ 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് BBMohanan1 എന്ന റെഫറൽ കോഡ് നിങ്ങൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്ന നേരത്ത് റെഫറൽ കോഡിന്റെ സ്ഥാനത്ത് BBMohanan1 എന്ന് അടിച്ചു കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. നാഷണൽ വാട്ടർവേസ്. അപ്പോൾ ഇന്ത്യയിലെ നാഷണൽ വാട്ടർവേസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പർ ഓഫ് നാഷണൽ വാട്ടർവേസ് 6 എണ്ണാണുള്ളത്. മൊത്തം 6 നാഷണൽ വാട്ടർവേസ് ആണ് ഇന്ത്യയിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിലെല്ലാം തന്നെ കാണാം. അപ്പോൾ നാഷണൽ വാട്ടർവേസ് ടോട്ടൽ ലെങ്ത് എത്രയാണ്? 4503 കിലോമീറ്റർ ടോട്ടൽ ലെങ്ത് ഉണ്ട്. ഇനി എത്ര സ്റ്റേറ്റുകളുണ്ട്? 15 സ്റ്റേറ്റുകളിലൂടെയാണ് എല്ലാ വാട്ടർവേസും കൂടി പോകുന്നത്. ഇനി എല്ലാം കൂടി ചേർത്തിട്ട് 15 സ്റ്റേറ്റിലൂടെ കൂടെ കടന്നു പോകുന്നുണ്ട് നാഷണൽ വാട്ടർവേസ്. നമ്മുടെ കേരളത്തിലുണ്ടല്ലോ ഒരു നാഷണൽ വാട്ടർവേ മാത്രമാണ് കേരളത്തിലൂടെ പാസ് ചെയ്യുന്നുള്ളൂ, ഈ 6 എണ്ണത്തിന്. ഇനി ആദ്യം നമുക്ക് പറയാനുള്ളത് നാഷണൽ വാട്ടർവേ 1. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അതിനു മുമ്പ് ഈ ഒരു പിക്ചറിൽ നോക്കിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. നാഷണൽ വാട്ടർവേ 1 അതിലെ ഗംഗാ നദിയാണ് പ്രധാനമായിട്ടും വരുന്നത്. ഗംഗ, ഭഗീരഥി, ഹുഗ്ലി എന്നീ നദികൾ ചേർന്നിട്ടാണ് നാഷണൽ വാട്ടർവേ വരുന്നത്. ഇതിനെപ്പറ്റി ചോദ്യം കേരള PSCക്ക് ചോദിച്ചിട്ടുണ്ട്, അതായത് നാഷണൽ വാട്ടർവേ എന്ന് പറയുന്നത്. ഇനി ഹാൽദിയ ടു അലഹബാദ്. പ്ലേസ് നോക്കിയാൽ ഹാൽദിയ മുതൽ അലഹബാദ് വരെയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇതാണ് അലഹബാദ് ആൻഡ് ഇവിടെയാണ് ഹാൽദിയ വരുന്നത്. ഓക്കെ, അതിവിടെ കാണിച്ചിട്ടില്ല. ഓക്കെ, ഹാൽദിയ ടു അലഹബാദ് ഈ ഒരു പോർഷനാണ് വരുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് ഏത് വരുന്നത്? ഇവിടെയാണ് ഹാൽദിയ കേട്ടോ. ഇതാണ് ഹാൽദിയ ആൻഡ് ദിസ് ഈസ് അലഹബാദ്. ഇത് തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്? ശരിക്കും ക്ലിയർ അല്ല, എന്നാലും നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഹാൽദിയ ടു അലഹബാദ് ആണ് ഈ ഒരു വാട്ടർവേ വരുന്നത്, നാഷണൽ വാട്ടർവേ. 1620 കിലോമീറ്റർ ആണ് അത് വരുന്നത്. ഇനി ഏതൊക്കെ സ്റ്റേറ്റിലൂടെയാണ് പോകുന്നത്? UP, ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ എന്നിവയിലൂടെയാണ് പോകുന്നത്. അപ്പം വെസ്റ്റ് ബംഗാളിലൂടെ പോകുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നാഷണൽ വാട്ടർവേ 1 പോകുന്നുണ്ട്, നാഷണൽ വാട്ടർവേ 2 പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ മനസ്സിലാക്കി വെക്കണം ഈ ഒരു മാപ്പിൽ നിന്ന്. അടുത്ത നാഷണൽ വാട്ടർവേ 2 കാണിച്ചിട്ടുണ്ട്, ബ്രഹ്മപുത്ര നദിയാണ്. അപ്പോൾ നാഷണൽ വാട്ടർവേ 2 ഏത് നദിയിലാണെന്ന് ചോദിച്ചാൽ ബ്രഹ്മപുത്ര റിവറിലാണ്. ഇവിടെ കാണാവുന്നതാണ്. ഇത് എവിടെ തൊട്ടാണ്? ദുബ്രി മുതൽ സാദിയ വരെയാണ് ഈ ഒരു ബ്രഹ്മപുത്ര പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് കാണാൻ സാധിക്കും, ഇത് 891 കിലോമീറ്റർ ആണ് ഇതുള്ളത്. ആസാം, വെസ്റ്റ് ബംഗാൾ, അതുപോലെ അരുണാചൽ പ്രദേശ്, മേഘാലയ എന്നീ സ്റ്റേറ്റുകളിലൂടെയാണ് ഈ ഒരു നാഷണൽ വാട്ടർവേ പോകുന്നത്, നാഷണൽ വാട്ടർവേ 2 പോകുന്നത്. അടുത്തതാണ് നാഷണൽ വാട്ടർവേ 3 എന്ന് പറയുന്നത്. നാഷണൽ വാട്ടർവേ 3 നമ്മുടെ കേരളത്തിലൂടെ പാസ് ചെയ്യുന്ന ഒരേ ഒരു നാഷണൽ വാട്ടർവേ ആണത്. അതിന് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നാണ് പറയുന്നത്. വെസ്റ്റ് കോസ്റ്റ് കനാൽ അത് എവിടം തൊട്ട് എവിടം വരെയാണ്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ് കേട്ടോ. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ്. ഇവിടെ കാണാം, ഇവിടെ കൊല്ലം, ഇവിടെ കോട്ടപ്പുറം. ആൻഡ് ഉദ്യോഗമണ്ഡൽ കനാൽ, ഇവിടെ ഉദ്യോഗമണ്ഡൽ കനാൽ, അതുപോലെ ചമ്പക്കര കനാൽ. ഈ 2 കനാലുകളാണ് മെയിനായിട്ടും ആ വാട്ടർ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അത് 205 കിലോമീറ്റർ ആണ്. ഏത് സ്റ്റേറ്റിലൂടെ മാത്രമാണ് കടന്നു പോകുന്നത്? കേരളത്തിലൂടെ മാത്രം കടന്നു പോകുന്നതാണ്. ഓക്കെ, അടുത്ത നാഷണൽ വാട്ടർവേ 4ാമത്തേതാണ് 4. അപ്പോൾ അത് ഗോദാവരി, കൃഷ്ണ, പിന്നെ കുറച്ച് കനാൽസും കൂടി ചേർന്നതാണ് നാഷണൽ വാട്ടർവേ 4 വരുന്നത്. അത് കാക്കിനാഡ ടു പുതുച്ചേരി. ഇപ്പോൾ ഇവിടെ കാണാവുന്നതാണ്, ഇതാണ് കാക്കിനാഡ. ആ കാക്കിനാഡ മുതൽ പുതുച്ചേരി വരെയാണ് നാഷണൽ വാട്ടർവേ 4 വരുന്നത്. അതിൻ്റെ മൊത്തം ലെങ്ത് എന്ന് പറഞ്ഞാൽ 1078 കിലോമീറ്റർ ആണ്. ഓക്കെ, ഇനി ഏതൊക്കെ സ്റ്റേറ്റിലൂടെ പാസ് ചെയ്യുന്നു? ആന്ധ്രാപ്രദേശ്, അതുപോലെ തമിഴ്നാട്, യൂണിയൻ ടെറിട്ടറി ഓഫ് പുതുച്ചേരി എന്നിലൂടെ കടന്നു പോകുന്നു. ഓക്കെ, ഇനി നാഷണൽ വാട്ടർവേ
5 വരുന്നത് ബ്രാഹ്മണി ഡെൽറ്റ കനാൽസ്, ഇവിടെയാണ് വരുന്നത് കേട്ടോ. ഈ ഒരു പോർഷൻസ് ആണ് വരുന്നത്. അവിടെ വരുന്നത് ബ്രാഹ്മണി ഡെൽറ്റ കനാൽസ്, ഇതെല്ലാം ബ്രാഹ്മണി എന്ന് പറഞ്ഞ റിവറാണ്, ഡെൽറ്റ കനാൽസ് എല്ലാം കൂടി ചേർന്നിട്ടാണ് കൊടൈക്കനാൽ ടു താൽച്ചർ. ഓക്കെ, താൽച്ചർ വരെയാണ് വരുന്നത്. ഇത് കൊടൈക്കനാൽ എന്നല്ല കേട്ടോ, അത് ഞാൻ പറയാം. 588 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ്. അത് വായിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. 588 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ്. ഒഡീഷ, വെസ്റ്റ് ബംഗാൾ എന്നീ സ്റ്റേറ്റുകളിലൂടെയാണ് അത് പാസ് ചെയ്യുന്നത്. ഇനി നാഷണൽ വാട്ടർവേ 6 എന്ന് പറയുന്നത് ബരാക്ക് റിവറിലാണ് വരുന്നത്. നാഷണൽ വാട്ടർവേ 6 വരുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഹാവിങ് 121 കിലോമീറ്റർ. ഏറ്റവും കുറവ് അതിനാണ് വരുന്നത്, ബരാക്ക് സ്റ്റേറ്റിലൂടെ നാഷണൽ വാട്ടർവേ 6. ലഖിപൂർ ടു ബംഗയാണ് പോകുന്നത്. അത് ഇൻ പ്രോസസ് ആണ്, അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്റ്റേറ്റ്സ് അസാം, മിസോറാം, മണിപ്പൂർ, ത്രിപുര എന്നീ സ്റ്റേറ്റുകളിലൂടെയാണ് അത് പോകുന്നത്. അടുത്തപ്പോൾ നാഷണൽ വാട്ടർവേ 1നെ പറ്റി കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് നമുക്ക് പഠിക്കാം. ദ ഫസ്റ്റ് നാഷണൽ വാട്ടർവേ ഇൻ ഇന്ത്യ, അതേതാണ്? നാഷണൽ വാട്ടർവേ 1 ആണ്. അതിന്റെ ടോട്ടൽ കിലോമീറ്റർ ലെങ്ത് നമ്മൾ പഠിച്ചു, 1620 കിലോമീറ്റർ. ഇനി ദ നാഷണൽ വാട്ടർവേ 1 ആദ്യമായിട്ട് ഡിക്ലെയർ ചെയ്തത്, അതിന് NW1 ആയിട്ട് ഡിക്ലെയർ ചെയ്തത് എന്നാണ്? 1986ലാണ്. നാഷണൽ വാട്ടർവേ കണക്ട് ചെയ്യുന്നത് ഏതൊക്കെ തമ്മിലാണ്? അലഹബാദും ഹാൽഡിയയും തമ്മിലാണ്. ആൻഡ് ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ ഗംഗ, ഭഗീരഥി, ഹുഗ്ലി. അപ്പോൾ പ്രധാനമായിട്ടും ചോദിച്ചു കഴിഞ്ഞാൽ ഏത് നദിയാണ്? ഗംഗാ നദിയാണ് പറയുന്നത്. ഇനി ഈ ഒരു നാഷണൽ വാട്ടർവേ 1 മാത്രമായിട്ട് ഞാൻ ഒരു പിക്ചർ കാണിച്ചു തരാം. ഇതാണ് കാണിക്കുന്നത്. ഇത് നോക്കൂ, ഹാൽഡിയ എന്ന സ്ഥലം മുതൽ എവിടെ വരെ വരും? അലഹബാദ് വരെ വരുന്നു. അപ്പോൾ ഇതിൽ വെസ്റ്റ് ബംഗാളിലൂടെ പോകുന്നുണ്ട്, ജാർഖണ്ഡിലൂടെ പോകുന്നുണ്ട്, ബീഹാറിലൂടെ പോകുന്നുണ്ട്, അത് ഇതും ഉത്തർപ്രദേശിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാപ്പ് നോക്കിയിട്ട് അത് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്തുള്ള ലെങ്ത്തുകൾ ഇങ്ങനെ കാണിച്ചേക്കുവാണ് ഓരോ സ്റ്റേറ്റിലും. അത് കഴിഞ്ഞിട്ട് അവസാനം വരുന്നത് 1620 കിലോമീറ്റർ ടോട്ടൽ. ഓക്കെ, അടുത്ത നാഷണൽ വാട്ടർവേ 2 ആണ്. നാഷണൽ വാട്ടർവേ 2 അതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 891 കിലോമീറ്റർ ആണ്. ഇത് നാഷണൽ വാട്ടർവേ ആയിട്ട് ഡിക്ലെയർ ചെയ്തത് 2 വർഷങ്ങൾക്ക് ശേഷമാണ്. ആദ്യത്തെ നാഷണൽ വാട്ടർവേ 1986ലായിരുന്നു. 1988ലാണ് നാഷണൽ വാട്ടർവേ 2 ഡിക്ലെയർ ചെയ്തത്. അത് കണക്ട് ചെയ്യുന്നത് സാദിയയും ദുബ്രിയും തമ്മിലാണ്. ആസാമിലെ സാദിയ ടു ദുബ്രിയാണ്. അത് പാസ് ചെയ്യുന്നത് ഏത് നദിയിലാണെന്നും കൂടി പഠിക്കാം. അത് ഏത് നദിയിലാണ്? ബ്രഹ്മപുത്ര നദിയിലാണത് പാസ് ചെയ്യുന്നത്. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതാണ് ദുബ്രി എന്ന് പറയുന്നത്. സാദിയ ടു ദുബ്രിയാന്ന് പറഞ്ഞു. ഇവിടെയാണ് സാദിയ ടു ദുബ്രിയാണ് എന്ത് വരുന്നത്? ഈ ഒരു നാഷണൽ വാട്ടർവേ നമ്പർ 2 വരുന്നത്. ഓക്കെ, ദെൻ ഇതാണ് ആ ഒരു പിക്ചർ, ഡീറ്റെയിൽഡ് പിക്ചർ വരുന്നത്. അതൊക്കെ ഏതൊക്കെ സ്റ്റേറ്റിലൂടെ പോകുന്നത് നമുക്ക് കാണാം. ആസാമിലാണ് വരുന്നത്. ആസാമിലെ സാദിയ ടു ദുബ്രി. അടുത്ത നാഷണൽ വാട്ടർവേ 3 ആണ്. അത് നാഷണൽ വാട്ടർവേ 3 എന്ന് പറഞ്ഞാൽ കേരളത്തിലാണ്, നമ്മൾ പഠിച്ചു. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നാണ് അതിന്റെ മറ്റൊരു പേര്. ഓക്കെ, ആൻഡ് ദ നാഷണൽ വാട്ടർവേ ഓൺലി നാഷണൽ വേ പാസിംഗ് ത്രൂ കേരളയാണ്. അതുപോലെ ആ നാഷണൽ വാട്ടർവേ കേരളത്തിലൂടെ മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. അതിന്റെ ടോട്ടൽ ലെങ്ത് 205 കിലോമീറ്റർ ആണ്. അത് നാഷണൽ വാട്ടർവേ ആയിട്ട് NW3 ആയിട്ട് ഡിക്ലെയർ ചെയ്ത് 1993ലാണ്, 1993ലാണ്. അത് കണക്ട് ചെയ്യുന്നത് കൊല്ലവും കോട്ടപ്പുറവും തമ്മിലാണ്. കൊല്ലം, കോട്ടപ്പുറം. ഇനി ഇത് വരുന്ന പ്രധാനപ്പെട്ട വാട്ടർ വേസ് ഏതൊക്കെയാണ്? ചമ്പക്കര കനാലും ഉദ്യോഗമണ്ഡൽ കനാലും. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു ജലപാത ഒരുക്കുന്നത്. ഇതാണ് അതിനൊരു എക്സാമ്പിൾ. കണ്ടോ, അതിന്റെ ഒരു ഓപ്പണിംഗ്, ഒരു ഗേറ്റ് ആണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നാഷണൽ വാട്ടർവേ 3. അടുത്തത് നാഷണൽ വാട്ടർവേ 4. നാഷണൽ വാട്ടർവേ 4ാമത്തേത് ഏതാണ്? ടോട്ടൽ ലെങ്ത് 1095 കിലോമീറ്റർ ആണ്. അത് ഡിക്ലെയർ ചെയ്തത് 2008ലാണ്. ഓക്കെ, 2008ലാണ്. അത് കണക്ട് ചെയ്യുന്നത് കാക്കിനാഡ, പുതുച്ചേരി. നമ്മൾ കണ്ടിരുന്നു പിക്ചറിൽ, കാക്കിനാഡ, പുതുച്ചേരി. അത് തമ്മിൽ പാസ് ചെയ്യുന്ന ഗോദാവരി, കൃഷ്ണ എന്നീ നദികളിലൂടെയാണ് പാസ് ചെയ്യുന്നത്. കുറച്ച് കനാലുകളും കൂടി ചേരും. ഇതാണ് ആ ഒരു പിക്ചർ കാണിച്ചിരിക്കുന്നത്. കാക്കിനാഡ പുതുച്ചേരി കനാലാണ്. ഗോദാവരി കൃഷ്ണ 1095 കിലോമീറ്റർ ആണ്. ഇവിടെ വരെയാണ്, പോണ്ടിച്ചേരി വരെയാണ് ഇത് വരുന്നത്. ഇവിടെ കാക്കിനാഡ മുതൽ അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് കാണാം. ഇനി നാഷണൽ വാട്ടർവേ 5, അതിന് മറ്റൊരു പേരാണ് ഈസ്റ്റ് കോസ്റ്റ് കനാൽ. എന്താണ് ഈസ്റ്റ് കോസ്റ്റ് കനാൽ? അതിന് 623 കിലോമീറ്റർ ആണ് ഉള്ളതെന്ന് മനസ്സിലാക്കാം. 2008 തന്നെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. 4ഉം ഏതായാലും 2008ലായിരുന്നു. നാഷണൽ വാട്ടർവേ 5 കണക്ട് ചെയ്യുന്നത് താൽച്ചറും ദമ്രയും തമ്മിലാണ്. താൽച്ചറും ദമ്രയും നമ്മൾ ആദ്യം അത് വായിക്കാൻ പറ്റിയില്ലായിരുന്നു അല്ലെ, നബ്ര തമ്മിലായിരുന്നു. അത് പഠിച്ചാൽ മതി. നാഷണൽ വാട്ടർവേ 5 പാസ് ചെയ്യുന്ന ബ്രാഹ്മണി റിവർ, മഹാനദി, മാതായി റിവർ എന്നിവരെയാണ്. ബ്രാഹ്മണി റിവർ ആണ് ഏറ്റവും പ്രധാനമായിട്ട് അതിനകത്ത് പറയുന്നത്. മഹാനദിയുടെ പാർട്ടും വരുന്നുണ്ട്.
അടുത്തത് നാഷണൽ വാട്ടർവേ 5. ഇപ്പോൾ നമ്മൾ പഠിച്ച അതിൻ്റെ ഡീറ്റെയിൽഡ് പിക്ചറാണിത്. നിങ്ങൾക്ക് കാണാം ധമ്ര ആൻഡ് താൽച്ചർ. ധമ്ര ടു താൽച്ചർ ആണ് വരുന്നത്. നാഷണൽ വാട്ടർവേ 6 അത് NW6, അതിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയാണ്? 121 കിലോമീറ്റർ ആണ്. എസ്റ്റാബ്ലിഷ് ചെയ്ത് 2013 കേട്ടോ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് 2013. അത് കണക്ട് ചെയ്യുന്നത് ലഖീപൂർ ടു ഭംഗയാണ് അത് കണക്ട് ചെയ്യുന്നത്. NW6 പാസ് ചെയ്യുന്നത് ബറാക്ക് റിവറിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് നാഷണൽ വാട്ടർവേ 6 വരുന്നത്. ഇവിടെ കാണാൻ സാധിക്കും. ഇതാണ് ഭംഗ ടു ലഖിപൂർ, അവിടെയും വരെയാണ് പോകുന്നത്. ബറാക്ക് റിവറിലാണ്. ഓക്കെ, 121 കിലോമീറ്റർ ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉപകാരപ്പെടാൻ വേണ്ടി നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നോട്ട്സുകൾ ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് www.bibimohan.com എന്ന ബ്ലോഗിൽ സന്ദർശിക്കാം. മൈ നോട്ട് ബുക്കിൻ്റെ ബ്ലോഗാണിത്. ഇനി എഞ്ചിനീയറിംഗ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് തയ്യാറെടുക്കുന്നവർക്ക് ട്രിപ്പിൾ MEDC എന്ന എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യാവുന്നതാണ്. അവിടെ RRB JE, SSC JE, അതുപോലെ എഞ്ചിനീയറിംഗ് എക്സാംസ്, BTech പഠിക്കുന്നവർക്ക് ഒക്കെ ഉള്ള ക്ലാസ്സുകൾ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം സജഷൻസ്. നോട്ട്ബുക്ക് ഓഫ് എ professor.blogspot.com എന്ന ബ്ലോഗിൽ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ് അങ്ങനെ എഞ്ചിനീയറിംഗ് സംബന്ധമായ നോട്ട്സുകൾ ലഭിക്കുന്നതാണ്. അക്കാദമിയിൽ എൻ്റെ പ്രൊഫൈൽ ബിബി മോഹനൻ എന്നാണ്. പ്ലസ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എൻ്റെ റെഫറൽ കോഡായിട്ട്, നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ഫീസ് അടയ്ക്കാൻ നേരത്ത് റെഫറൽ കോഡായിട്ട് ബിബി മോഹനൻ 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ, ബിബി മോഹനൻ 1 എന്ന സ്പേസ് ഒന്നും ഇല്ലാതെ അങ്ങനെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ലെസൺ. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട്.